മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണേട്ട എണീറ്റ് നിൽക്കുന്നുണ്ട് തോമസ് വൈദ്യരുടെ പുതിയൊരു പ്ലാൻ പ്രകാരം. അങ്ങനെ ആ ഒരു സന്തോഷം ദേവിയോട് പങ്കുവെക്കാനായിട്ട് ഉടനെ തന്നെ മഹാലക്ഷ്മി റെഡിയായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. കൂട്ടത്തിൽ അമ്മയും വിളിക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് ക്ഷേത്രത്തിലെ തിരുമേനി ചോദിക്കുന്നുണ്ട്, മോക്കിന്ന് ഭയങ്കര സന്തോഷമാണല്ലോ, മോളുടെ ഹസ്ബൻഡിനെ ചികിത്സയ്ക്കായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറയുന്ന കേട്ടു, എന്തെങ്കിലും പുരോഗതിയുണ്ടോ? ഒരു പുരോഗതി ഇല്ലെന്ന് കള്ളം പറഞ്ഞു. കാരണം ക്ഷേത്രത്തിൽ പതിവായിട്ട് തൊഴുവാൻ വരുന്നതാണ് പ്രതാപനും മുത്തശ്ശിയൊക്കെ. അപ്പോൾ അവരും കാണാം ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ഭാവിക്ക് അത് ദോഷമാണെന്ന് മനസ്സിലാക്കിയാണ് മഹാലക്ഷ്മി അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അതേസമയം മോഹിനി അമ്മയാണെങ്കിൽ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, ഇത്തവണത്തെ ചികിത്സയിൽ കണ്ണന് യാതൊരു പുരോഗതി ഇല്ലേ മോളെ? ഉണ്ടമ്മ, പക്ഷേ തിരുമേനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി ഈ ക്ഷേത്രത്തിലല്ലേ തൊഴുവാൻ വരുന്നത്, അബദ്ധത്തിലും കാണാൻ പറഞ്ഞു പോയാൽ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓ അത് ശരിയാ. കണ്ണമ്മോൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പം പിടിച്ചെണീറ്റ് നിൽക്കും. അത് കേട്ടിട്ട് മോഹിനിയമ്മയ്ക്ക് സന്തോഷം താങ്ങാനാകുന്നില്ല. പിന്നെ മറ്റൊരു സന്തോഷം കൂടി പങ്കുവെക്കാനാണ് ഞാൻ വന്നത്. അതെന്താ മോളെ? ഈ മാസം 18-ാം തീയതി ഒരു വിശേഷം ഉണ്ടെന്ന് അമ്മയ്ക്കറിയാമോ? അറിയാൻ വയ്യാത്ത രൂപത്തിൽ മോഹിനി നിൽക്കുമ്പോൾ, ഓ സ്വന്തം പിറന്നാൾ പോലും അറിയത്തില്ലേ അമ്മയ്ക്ക് എന്ന് ചോദിച്ചിട്ട് മഹാലക്ഷ്മി കളിയാക്കുന്നുണ്ട്. ഈ പിറന്നാൾ എന്തായാലും ഗംഗയമ്മയായിട്ട് ആഘോഷിക്കണം. എന്തായാലും ഞാൻ ആ വീട്ടിൽ നിന്ന കാലത്തോളം എൻ്റെ അമ്മയുടെയും പിറന്നാളിനൊന്നും പ്രത്യേകതയില്ലായിരുന്നല്ലോ. ഇത്തവണ അതുപോലെ ആയിരിക്കരുത്, കേക്ക് മുറിച്ച് തന്നെ ആഘോഷിക്കണം. മോളെ അതൊക്കെ വേണോ? ക്ഷേത്രത്തിൽ ഒരു അന്നദാനവും ഒരു പാൽപ്പായസവും കഴിപ്പിച്ചാൽ പോരെയെന്ന് പറയുമ്പം അത് നമുക്ക് ചെയ്യാമ, അതിനോടൊപ്പം തന്നെ കേക്ക് മുറിക്കണം. ഇത് എൻ്റെയും കണ്ണേട്ടൻ്റെ ആഗ്രഹം, അതിന് തടസ്സം നിൽക്കരുത് എന്നൊക്കെ പറയുമ്പോൾ മോഹിനിയമ്മ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയിട്ട് തിരികെ വരുന്ന മോഹിനിയെ മുത്തശ്ശിയും പ്രതാപനും കൂടി കളിയാക്കുന്നുണ്ട്. ഭഗവാനെ ഉണർത്തിയിട്ടൊരുത്തി ഇതോ വരുന്നുണ്ട്. നീ എവിടെ പോയതാടി? നിൻ്റെ മോളെ കാണാൻ പോയതാണോ? ആ അത് തന്നെ, ഈ മാസം 18-ാം തീയതി ഒരു വിശേഷമുണ്ട്, എൻ്റെ പിറന്നാളാണ്. അത് ഈ വീട്ടിൽ വെച്ച് എൻ്റെ മോളും മരുമോനും കൂടി വന്ന് ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് മുത്തശ്ശി കളിയാക്കി ചോദിക്കുന്നുണ്ട്, മോൻ നടന്നാണോ വരുന്നത് എഴഞ്ഞാണോ? എൻ്റെ മരുമോൻ ചിലപ്പം ഓടിയോ നടന്നോ ഒക്കെ വരും. അതെന്തിനാടി വരുന്നത്? കേക്ക് മുറിച്ച് ആഘോഷിക്കാനാണോ എന്ന് കളിയാക്കി ചോദിക്കുമ്പോൾ അതിന് തന്നെയായെന്ന് മോഹിനിയമ്മ പറയുന്നത് കേട്ടിട്ട് ഷോക്ക് ആകുന്നുണ്ട്. മോഹിനി പോയതിന് ശേഷം പ്രതാപം മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അവളുടെ പിറന്നാൾ എന്നാന്ന് പോലും അവൾക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം മരുമോൻ വന്നതിന് ശേഷം ഡേറ്റ് അറിയാൻ, കേക്ക് മുറിക്കണം, എന്തൊക്കെയാണ് കാണണ്ടേ? അവൾ കേക്ക് മുറിക്കുകയോ പായസം ഉണ്ടാക്കിയോ എന്താന്ന് വെച്ച് ചെയ്തോ. ഇപ്പം ഞാനും കരുണാമോളും കൂടി ഒരു പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. നീ കണ്ടോ? അവളുടെ പിറന്നാളിന് ആഘോഷിക്കാനായിട്ട് 2 പേരും കൂടി ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞത്. അന്ന് തന്നെ അവർക്കൊരു പണി കൊടുക്കും. പിന്നെ ഒരിക്കലും ഒരു പിറന്നാളും അവൾ ആഘോഷിക്കില്ല. മഹാലക്ഷ്മിയുടെ ഉയർച്ച കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് മുത്തശ്ശിയും പ്രതാപനും കരുണയും എല്ലാവരും കൂടി ചേർന്ന് മഹിയെ സ്വന്തം അമ്മയുടെ പിറന്നാൾ ദിവസം തന്നെ കൊല്ലാനായിട്ട് പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. മേഘനാഥനാണെങ്കിൽ എത്രയും പെട്ടെന്ന് അച്ഛനെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുള്ള വാശിയിലാണ്. കാരണം അവൻ എണീറ്റ് നടക്കാൻ തുടങ്ങിയാൽ പോലും ആരെ അറിയിക്കില്ല, നമ്മളൊക്കെ ശത്രുക്കളാണെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ എണീറ്റ് നടക്കുന്നോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മളും കൂടി ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിലേ പറ്റൂ. അങ്ങനെ അവൻ എണീറ്റ് നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അതേസമയം ഉണ്ണിയോട് കരുണ ആ ഒരു സന്തോഷ വാർത്ത പറയുന്നുണ്ട്, ഈ മാസം 18-ാം തീയതി ഒരു പ്രത്യേകതയുണ്ട്. എന്താ? എൻ്റെ അമ്മയുടെ പിറന്നാളാ. ആ സന്തോഷം കണ്ടിട്ട് അവളുടെ മനസ്സ് മാറിയെന്ന് നമ്മളൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ആ ദിവസം മഹാലക്ഷ്മി കൊല്ലാനായിട്ട് അടുത്ത പ്ലാൻ തയ്യാറാക്കാനാണ് കരുണയുടെ സന്തോഷം. അന്നേ ദിവസം അവളും അയാളും കൂടി പിറന്നാൾ ആഘോഷിക്കാനായിട്ട് അങ്ങോട്ട് വരും. അത് അവളുടെ അവസാനത്തെ പിറന്നാളായിരിക്കും. നിങ്ങൾ ആണുങ്ങളെപ്പോലെ അത്രയ്ക്ക് മണ്ടത്തരമൊന്നും ഞാൻ കാട്ടിക്കൂട്ടി വെക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച് പറയുന്ന സമയത്ത് ഉണ്ണിയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിൻ്റെ ഏട്ടത്തി അത്ര നിസ്സാരക്കാരിയല്ല. ഓർമ്മയുണ്ടോ നിനക്ക്? വിവാഹത്തിന് ശേഷം നീയും ഞാനും കൂടി അവരുടെ അയ്യപ്പ വിഗ്രഹം എടുത്ത് കുളത്തിൽ കൊണ്ടുവന്ന് കളഞ്ഞത്. പിന്നെ ആ അയ്യപ്പൻ്റെ വിഗ്രഹം എങ്ങനെ വന്നു? സ്വാമിയായിട്ട് തിരിച്ചു വന്നതല്ലല്ലോ. നിങ്ങളൊക്കെ കൂടി ഓരോന്നും പറഞ്ഞ് അവളെ ഇങ്ങനെ ആരാധിക്കരുതേ. നമ്മൾ കൊണ്ടുവന്ന് കളഞ്ഞതുപോലത്തെ അയ്യപ്പ വിഗ്രഹം മേടിച്ചതാകും എന്നൊക്കെ പറഞ്ഞ് കരുണ അതിനെ നിസാരമാക്കി വെറുതെ വിടുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ആ തേജസ്സിനും ഐശ്വര്യത്തിനും പിന്നിൽ മറ്റെന്തോ അദൃശ്യ ശക്തി ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഉള്ളിലേക്ക് വരുന്നുണ്ട്. വാമദേവൻ്റെ വർത്താനം കൂടി കേട്ട് വിശ്വസിച്ചിട്ടാകാം മോഹിനിയുടെ പിറന്നാൾ ദിവസം തന്നെ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് കരുണയും മുത്തശ്ശിയും കൂടെ ഒരു വൈദ്യരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വൈദ്യരെ കാണാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കരുണയോട് മുത്തശ്ശി പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, ഇത്തവണ മഹാലക്ഷ്മി ഡിമ്മ. അത് കേട്ട് കരുണയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്തവണ മുത്തശ്ശിയും താനും കൂടിയാണ് പ്ലാനൊക്കെ തയ്യാറാക്കുന്നത്.
അത് പൊളിയാൻ സാധ്യതയില്ല എന്നുള്ളൊരു അഹങ്കാരമാണ് അവളുടെ മുഖത്തുള്ളത്. അങ്ങനെ വൈദ്യർ പുറത്തേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി വൈദ്യരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കൊരു മരണത്തെ ഒഴിപ്പിച്ചു വിടണം, പക്ഷേ അവളുടെ മരണത്തെ തുടർന്ന് കേസും നൂലാമാലയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നും പറയുമ്പോൾ വൈദ്യർ ഒരു മരുന്നിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ മരുന്ന് ഉള്ളിലേക്ക് ചെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിൽ പോലും ആ മരുന്നിനെ കുറിച്ച് അറിയത്തില്ല എന്നൊക്കെയുള്ളൊരു വാക്ക് കൊടുക്കുമ്പം കരുണയ്ക്കും മുത്തശ്ശിക്കും സന്തോഷമാകുന്നു. ആ മരുന്ന് തന്നെ മതിയെന്ന് പറയുന്നു. മാത്രമല്ല അല്പം മരുന്നെങ്കിലും ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്കും ആ വിഷം പുറത്തു തള്ളി ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റത്തില്ല എന്നും കൂടി പറയുന്നു. കണ്ണനാണെങ്കിൽ ഓരോ ദിവസവും നല്ല പുരോഗതിയുണ്ട്. ഇപ്പം വീൽ ചെയറിൽ നിന്ന് എണീറ്റ് നിൽക്കുന്നുണ്ട്. മാർക്കോയും അനന്തവും സപ്പോർട്ടിന് കൂടെ തന്നെയുണ്ട്. ആ സമയത്ത് ഉണ്ണിക്കൊരു പേടി തോന്നിക്കുന്നുണ്ട്. ഇത്തവണ ചികിത്സയ്ക്ക് പോയിട്ട് അയാളുടെ പുരോഗതിയെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇനി എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ പോലും അത് നമ്മളോട് തുറന്നു പറയണമെന്നുണ്ടോ? അയാൾ ഇനി എണീറ്റ് നടക്കുന്നുണ്ടോ എന്നൊക്കെ ഡൗട്ട് പറയുമ്പം ദുർഗ പറയുന്നു, ദേ ഉണ്ണി ചുമ്മാ ഓരോന്നും പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കരുതേ. അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കത്തൊന്നുമില്ല. അന്നേരം കരുണ പറയുന്നുണ്ട്, 12ാമത്തെ വയസ്സിൽ വീൽ ചെയറിലായ മനുഷ്യനല്ലേ, ഇനി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എണീറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല. കൂടിപ്പോയാൽ കാലിൻ്റെ വിരലുകളും കാണാൻ ചലിപ്പിക്കാൻ പറ്റും. അതിനപ്പുറം ഒരു മാറ്റമൊന്നും അയാൾക്കുണ്ടാകാൻ പോകുന്നില്ല. ചുമ്മാ ഉണ്ണിയേട്ടൻ പേടിക്കണ്ട. അഥവാ വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഉടനെ തീർന്നോളും. ഞാനും മുത്തശ്ശിയും കൂടെ 18ാം തീയതി അമ്മയുടെ പിറന്നാളിനൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും വാക്ക് പറയുന്നത് പോലല്ല, ചുമ്മാ പറഞ്ഞാൽ പോരാ, നടത്തി കാണിക്കണം. ഞങ്ങളും കുറേ വാക്ക് പറഞ്ഞിട്ടുള്ളയാന്ന് ഉണ്ണി തമാശ മട്ടിന് പറയുന്നുണ്ട്. ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഇപ്പം ഇവനെയും മേഘനെയും ഒന്നും ഒരു വിശ്വാസവും. മേഘൻ ഇനി അവനെ കൊല്ലാൻ നടക്കുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. മഞ്ജു മറ്റൊരുത്തനോടൊപ്പം ഒളിച്ചോടി പോയോണ്ട് ഇനി സ്വത്തുക്കൾ കിട്ടത്തില്ലെന്ന് അവനറിയാം. അതുകൊണ്ട് മഹാലക്ഷ്മിയെയും കണ്ണനെയൊന്നും കൊല്ലാൻ പഴയ പോലെ അവന് താല്പര്യം കാണില്ല. നമുക്ക് ആ ആവശ്യം, നമ്മൾ ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് നിൽക്കാൻ പാടില്ല എന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കാത്തിരിക്കാം. കരുണയുടെ അഹങ്കാരത്തിന് മാത്രം ഒരു കൂലി കിട്ടിയിരുന്നില്ല. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കരുണയിലുണ്ട്. അപ്പോൾ ഉടനെ തന്നെ കരുണയുടെ ഈ അഹങ്കാരത്തിനുള്ള കൂലി കിട്ടുമായിരിക്കും.